ഹലോ, അസ്സലാമു അലൈക്കും. റമീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ചക്കരച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. തീർച്ചയായും കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, കഴുകി നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 3 ഏലക്കായ ചതച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിച്ചിട്ടോ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഉള്ളി മതി കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 2.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം 3 കപ്പൊന്നും വേണ്ട, സാധാരണ അരിക്കാണെങ്കിൽ 3 കപ്പ് മതി. ഇത് പച്ചരിയാണല്ലോ, വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം മതി കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി വേണ്ടത് ശർക്കര പാനിയാണ്. അതിനായിട്ട് നമ്മൾ ഒരു 230 ഗ്രാം ശർക്കര എടുക്കുക. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വലിയ കട്ട ശർക്കര എടുക്കുക. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കൂടി വേണം, എന്നാലേ അടിയിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും, ആ ശർക്കരയൊക്കെ ഒന്ന് റെഡിയായി വരുള്ളൂ. തിളച്ച ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു തവി യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ട വേവൊക്കെ പാകത്തിനാണ് ആയി വന്നിട്ടുള്ളത്. അടിയിലൊന്നും പിടിക്കൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ശർക്കരപ്പാനി അതിലേക്ക്, അതായത് ശർക്കരപ്പാനി ഡയറക്റ്റ് ഒഴിക്കരുത്, അത് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ച ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒരു 1/2 കപ്പ് തേങ്ങയും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് വേണം അതിലേക്ക് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മൊത്തം നമുക്ക് വേണ്ടത് തേങ്ങ 1 കപ്പാണ്. അതും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഈ തേങ്ങയും ശർക്കരയും ഈ വേവിച്ച അരിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ആ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഒരു നുള്ള് മാത്രം ഒന്ന് ഉപ്പ് ചേർക്കുക കേട്ടോ, എന്നാലേ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുള്ളൂ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഒന്ന് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മാത്രം ഒരു നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവിടേക്കും ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കാപ്പൊടിയും നെയ്യും എല്ലാ ഭാഗത്തും കിട്ടത്തക്ക വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ശർക്കര ചോറ് ഉണ്ടാവുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നെയ്യിൽ ഒന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഹസ്ബൻഡിന് അതിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.